നമസ്കാരം. ഇത് ഫൺസ് അപ്പോൺ എ ടൈം സീസൺ 4 സ്റ്റാൻഡപ്പ് ഫോർ ഗേൾസ്, മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡപ്പ് കോമഡി ഷോ. അപ്പൊ ഹാസ്യത്തിന്റെ ചിരിയുടെ സ്റ്റാൻഡപ്പ് കോമഡിയുടെ വേറിട്ട ഭാഗങ്ങളുമായിട്ട് ഫൺസ് അപ്പോൺ എ ടൈമിന്റെ ഒരു പുതിയ അധ്യായം സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമുക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാൻ നമ്മുടെ ജഡ്ജസ് രമേശ് ഏട്ടൻ, രചന നാരായണൻകുട്ടി. സീസൺ 4 ഇന്നത്തെ എപ്പിസോഡിൽ മത്സരിച്ച് വിജയിക്കുന്ന വിജയികളെ കാത്തിരിക്കുന്ന സമ്മാനങ്ങൾ സ്പോൺസർ ചെയ്തിരിക്കുന്നത് പറക്കാട്ട് ജുവൽസ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു ഡിലേയും വരുത്താണ്ട് മത്സരത്തിലേക്ക് നേരിട്ട് കടക്കുകയാണ്. ലെറ്റ്സ് വെൽക്കം our contestants സുശീല ദേവി ആൻഡ് സോഫി പോളി. സുശീല ദേവി, സോഫി പോളി, ഇവര് രണ്ടുപേരും ഉണ്ടല്ലോ, ഇതിന് മുമ്പ് നമ്മുടെ സീസണിൽ വന്നിട്ട് പയറ്റിപ്പോയവരാണ്. ചേച്ചി എന്താ ചെയ്യണേ? ഞാനൊരു ടീച്ചറാണ്, കോമേഴ്സ് ടീച്ചറാണ്. ആഹാ, ഒരു സെന്റർ അല്ലേ, പിന്നെ പാരലൽ കോളേജ് നടത്തും. പാരലൽ കോളേജൊക്കെ ഇട്ട് കുട്ടികളുടെ തേപ്പൊക്കെ ആയിട്ട്. അതെ അതെ, കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ കണ്ടന്റ് അതായിരുന്നു. ഓ അടിപൊളി. സോഫി ചേച്ചിയോ? ഞാൻ ഹൗസ് വൈഫാണ്. ആദ്യം ഞാൻ കുറച്ച് നാളെ ടീച്ചറൊക്കെ ആയിട്ട് വർക്ക് ചെയ്തു. പിള്ളേരൊക്കെ ആയപ്പോ പിന്നെ അത് പോയില്ല. ഓക്കെ, എവിടെയാ പഠിപ്പിച്ചിരുന്നേ അപ്പൊ? ചാലക്കുടി കാർമലില്. അടിപൊളി. അപ്പൊ നിലവില് രചന പഴയ അധ്യാപികയാണ്, നിങ്ങൾ രണ്ടുപേരും ഒരു തരത്തിലല്ല മറ്റു തരത്തിലെ അധ്യാപികമാരാണ്. ചുരുക്കി പറഞ്ഞ് ഇന്നൊരു പാരന്റ്സ് ടീച്ചേഴ്സ് മീറ്റിംഗ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ നടത്താം അല്ലേ? രചന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്തായാലും കാണാൻ പറ്റിയല്ലോ എന്ന് ഓർത്തേ. താങ്ക് യു. ആരെങ്കിലും കാണാൻ നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലേ അത് അതുപോലെ നടക്കുന്നത് എന്തുവാണെന്ന് അറിയത്തില്ല. അല്ല, അപ്പൊ എന്റെ ചോദ്യം, നിങ്ങൾക്ക് എന്നോട് എന്താണ് ഇത്ര ദേഷ്യം? അല്ല അങ്ങനെയല്ല, അത് അല്ല, ഇപ്പൊ ഞാൻ നിങ്ങൾ രണ്ടുപേരും അവിടെ വന്ന് നിൽക്കുമ്പോ ഞാൻ പറയണം എനിക്ക് സോഫി ചേച്ചിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ പറയാമോ? മാഷാണ് ഞങ്ങളുടെ റോൾ മോഡൽ. അല്ല അങ്ങനെ ഞാൻ അത് ആ ചേച്ചിക്ക് ചെറുതായിട്ട് നാക്ക് വിളിക്കുന്നത് മാസാണെന്ന് പറഞ്ഞതാണ്. ശരി, നോക്കിയിട്ട് അത് ഇച്ചിരി ഏറെ തള്ളിയപ്പോ ഷായായിട്ട് നിങ്ങൾക്ക് തോന്നിയതാണ് അല്ലേ? അപ്പൊ സോഫി ചേച്ചിയുടെയും സുശീല ചേച്ചിയുടെയും പെർഫോമൻസ് ഒരിക്കൽ കൂടി കാണാനുള്ള ഒരു വലിയ ആകാംക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും. അതിനു മുൻപ് പതിവ് പോലെ നമുക്ക് നമ്മുടെ സിനിമ കഥയിലേക്ക് കടക്കാം. സിനിമ കഥ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങളെ രണ്ടുപേരുടെയും കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളെ ഈ ചേട്ടത്തിയും അനിയത്തിയും പോലെ തോന്നണ്ട? ചെറുതായിട്ട് വേണമെങ്കിൽ തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ കഥ പറയട്ടെ. 3 സിനിമാ കഥ ചേർത്ത കഥയാണ്. നായകനും കുടുംബത്തിനും ദേഹണ്ണമാണ് ജോലി. ദേഹണ്ണം എന്ന് പറഞ്ഞാൽ മനസ്സിലായ? ഈ സദ്യയൊക്കെ ഉണ്ടാക്കണം. നായകന്റെ അച്ഛൻ വയസ്സാം കാലത്ത് പിന്നെയും അച്ഛനായി. ആദ്യം വിഷമം തോന്നിയെങ്കിലും പിന്നീടത് ആഘോഷിക്കാൻ അവർ തീരുമാനിച്ചു. കരിഞ്ഞുപോയ വിഭവം കൊണ്ട് ഉണ്ണി മധുരം ഉണ്ടാക്കി വിളമ്പി. അങ്ങനെ സദ്യ വിളമ്പുന്നതിനിടയിൽ മിസ്റ്റർ പോഞ്ഞിക്കര ഉണ്ണാൻ വന്ന ഒരാളുമായി ചോറിന്റെ പേരിൽ വഴക്കുണ്ടാക്കി. ചോറ് എന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് എന്ന് വരെ അദ്ദേഹം ചോദിച്ചു. ആ വാശിയിൽ ഊണ് വേണ്ട എന്ന് വെച്ച് അയാൾ തട്ടിൽ കുട്ടി ദോശ ഓർഡർ ചെയ്തു. മാറിപ്പോയ ആ ഫോൺ വിളിയിൽ കാളിദാസന്റെ ജീവിതത്തിലേക്ക് അവൾ കടന്നു വന്നു. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് മായ. അപ്പൊ ഇതാണ് കഥ. ഈ ഒരു കഥ അല്ലെങ്കിൽ ചോദ്യത്തിന് ഉത്തരം ആദ്യം പറയണത് ബൈ ആൽഫബറ്റിക്കൽ ഓർഡർ നമ്മുടെ സോഫി ചേച്ചിയാണ്. സോഫി ചേച്ചിക്കാണ് ആദ്യത്തെ ചാൻസ് ഉത്തരം പറയാൻ. എന്തെങ്കിലും പിടി കിട്ടിയോ? ചേട്ടച്ചൻ എന്നൊരു പിടികിട്ടി. സിനിമയുടെ പേര് ശരി, നമുക്ക് ഇപ്പുറത്തൊന്ന് പാസ് ചെയ്താ പറയൂ നോക്കാം. രസികനാണോ? അങ്ങനെയൊന്നുമില്ല, പറ. ദിലീപിന്റെ ഇല്ല ചേട്ടച്ചൻ എന്ന് പറയുമ്പോഴത്തേനും അത് മോഹൻലാലുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. പറ, സിനിമ പറ. മോഹൻലാലുമായിട്ട് കണക്ട് ചെയ്യുന്നറിയാം. സിനിമയുടെ പേര് പറയണം. സിനിമയുടെ പേര് അറിയില്ല. അപ്പൊ ഇനി ഞാൻ ക്ലൂ തന്നു തുടങ്ങും. ആരാണ് പറയുന്നതെന്നുള്ളത് നോക്കാം. ദേഹണ്ണമാണ് ജോലി. വയസ്സാം കാലത്ത് രണ്ടാമതൊരു കുട്ടിയുണ്ടായി എന്ന് പറയുന്ന സിനിമ. ഇവിടെ പേരിന്റെ ആദ്യത്തെ അക്ഷരം പ എന്നാണ്. പിന്നെ അത് വെച്ചൊരു മോതിരമുണ്ട്. അതെ അതെ, പവിത്ര. സോഫി ചേച്ചി ഒരെണ്ണം കയറി.
രണ്ടാമത്തെ സിനിമയുടെ ചോറിന് വേണ്ടി വഴക്കുണ്ടാക്കി എന്ന് പറയുന്ന സിനിമയുടെ പേരിന്റെ ആദ്യത്തെ വാക്ക് നിങ്ങൾ രണ്ടുപേരും കഴിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ വാക്ക് രാമായണത്തിലുണ്ട്. ഇനി മൂന്നാമത്തെ സിനിമ ദിലീപിന്റെ സിനിമയാണത്. നമ്മുടെ എല്ലാം ഡൈനിങ് ടേബിളിന്റെ പുറത്ത് സ്ഥിരമായിട്ട് ചിലപ്പോ ഇത് രണ്ടും ഉണ്ടാവും. വരുന്നുണ്ട്. പറഞ്ഞത് പറയൂ. അല്ല ഞാൻ ദൈവമേന്ന് പറഞ്ഞ ഭരതമല്ല, കമലദളം. ദിലീപിന്റെ ഭരതോ? ദിലീപിന്റെ അല്ല, അതൊക്കെ പറഞ്ഞുപോയി. അത് പറഞ്ഞുപോയി. പറഞ്ഞു. അത് കഴിച്ചതിന് ശേഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ ഉണ്ടായത്. അതിനുശേഷമാണ് നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായത്. അതെ, അപ്പോഴാണ് ടീച്ചിങ് നിർത്തിയത്. കല്യാണരാമൻ ഉത്തരം പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു. എന്നിട്ട് എന്റെ ഉത്തരവാദിത്വം അല്ലേ പറയിക്കണ്ടേ? ഒരു സിനിമയും കൂടെ ഉണ്ട്. നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കിയിട്ട് അതിന്റെ പുറത്ത് ഇങ്ങനെ 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 അത് പെപ്പർ എന്ന് പറഞ്ഞു. പിന്നെ അതിന്റെ മുമ്പിലുള്ള അതാണ് സാൾട്ട് ആൻഡ് പെപ്പർ. ഓക്കെ. അങ്ങനെ ഈ ചോദ്യത്തിന് രണ്ട് ശരിയായ ഉത്തരങ്ങൾ പറഞ്ഞ് സുശീല ദേവി ചേച്ചിയാണ് ആദ്യം പെർഫോം ചെയ്യുന്നത്. വെരി ഗുഡ്. സോമ ചേച്ചി സെക്കൻഡ്. നമസ്കാരം, എൻ്റെ പേര് സുശീല ദേവി. ഞാൻ കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കരയിൽ നിന്ന് വരുന്നു. എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കൊമേഴ്സ് അധ്യാപികയാണ്. അതുകൂടാതെ തന്നെ എന്തിനാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ, ചിരി എനിക്ക് ഇഷ്ടമാണ്, ചിരിക്കുന്നവരെ ഇഷ്ടമാണ്, ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നവരെ അതിലേറെ ഇഷ്ടമാണ്. പിന്നെ കൂടെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നോ പറയാൻ അറിയാത്ത ഒരു പാവം ശശിയുടെ പെങ്ങളാണ് ഞാൻ. അതുപോലെ തന്നെ നോന്ന് മാത്രം പറയുന്ന ഒരു പോലീസുകാരൻ്റെ ഭാര്യയും കൂടെയാണ്. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്, നമ്മളുടെ ജീവിതത്തിലൊക്കെ കുറേ ഭീകര ജീവികളൊക്കെ ഇനി കടന്നു വരും. ഞങ്ങളുടെ പണ്ടുള്ള കുട്ടികളുടെ കാലത്തുള്ള ഭീകര ജീവികളെന്ന് പറഞ്ഞാൽ ഈ സ്കൂൾ തലത്തിലുള്ള കണക്ക് സാറുമാരായിരുന്നേ. ഈ കണക്ക് സാറുമാരെന്ന് പറഞ്ഞാൽ മറ്റ് അധ്യാപകരിൽ നിന്ന് വിഭിന്നമായിട്ട് ഈ സാറിനൊരു പെട്ടി ഉണ്ടായിരുന്നേ. ഈ കണക്ക് പെട്ടിയും ആ കണക്ക് പെട്ടിക്കകത്തുള്ള ആ കണ്ടൻസോ ബോട്ട്സും കാരണം എന്തുമാത്രം പീഡനങ്ങളാണെന്നറിയാമോ ഞങ്ങൾ അനുഭവിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വരുന്ന വഴിക്ക് ഈ മാവിൻ്റെ ചോട്ടിലൊക്കെ കിടക്കുന്ന ഈ മാങ്ങാണ്ടി കുഞ്ഞുങ്ങളെയൊക്കെ എടുത്ത് പറക്കിയെടുത്ത് ഞങ്ങളുടെ തുണിസഞ്ചിക്കകത്തും അതുപോലെ തന്നെ ഈ സാറിൻ്റെ മറ്റേ പെട്ടിയുണ്ടല്ലോ ആ പെട്ടിക്കകത്ത് കൂടെയൊക്കെ ആക്കി ഞങ്ങൾ വളരെ സന്തോഷമായിട്ടാണ് സ്കൂളിലോട്ട് കയറി വരുന്നത്. എന്താണെന്ന് അറിയത്തില്ലേ, ആദ്യത്തെ പീരീഡ് ചിലപ്പോൾ മലയാളമായിരിക്കും കേട്ടോ. മലയാളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ മലയാളം പീരീഡ് ആണല്ലോ എന്നും വിചാരിച്ച് സന്തോഷമായിട്ട് ഞങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലുമ്പോഴാണ് ദേ നിൽക്കുന്നു ഒരു കണക്ക് സാറ്. സ്ക്രിപ്റ്റിലില്ലാത്ത ഒരു സർപ്രൈസ് താരം പോലെ കയറി നിൽക്കുകയാണ്, ഒരു ഉളുപ്പമില്ലാതെ ഈ കണക്ക് സാറ്. സാറിനെ കാണുന്ന പടി ഞങ്ങളുടെ ഉയരുണ്ടല്ലേ മേലോട്ടങ്ങ് കയറിപ്പോവും. എങ്ങനെയാണെന്നറിയാമോ, ഈ ഹൈഡ്രജൻ ബലൂൺ കയ്യിൽ നിന്ന് ഊർന്നങ്ങ് പോകുമ്പോൾ എങ്ങോട്ടാണ് കയറിപ്പോന്നേ, മേലോട്ട് കയറി പോകുന്ന പോലെ ഒരു പോക്കങ്ങ് പോവും. പിന്നെ പല്ലില്ലാത്ത മൊണാലിസ ചിരിക്കുന്ന പോലെ സാറിനെ നോക്കിയെന്ന് ചിരിച്ചിട്ട് ഞങ്ങൾ ക്ലാസ്സിലോട്ടങ്ങ് കയറിപ്പോവുകയാണ്. അതായത് വിടരും മുമ്പേ കൊഴിഞ്ഞ പുഷ്പം കണക്ക് ഞങ്ങൾ ക്ലാസ്സിലോട്ട് കയറി ചെല്ലുമ്പോഴാണ് ഞങ്ങൾക്ക് ലതില്ല. അതെന്തിടയില്ല, അത് ഞങ്ങൾക്ക് സീറ്റില്ലെന്ന്. ഇനി എന്തോന്ന് സീറ്റ്, 4 കാലിൽ പിമ്പിരി ആടി കളിക്കുന്ന ഈ കുടിയന്മാരുണ്ടല്ലോ, ആടി ഇങ്ങനെ നിൽക്കും. അതുപോലാണ് ഞങ്ങളുടെ സീറ്റ്, അതായത് ബെഞ്ചുകൾ. പണ്ടത്തെ ബെഞ്ചുകളാണ്. ഈ ബെഞ്ചിലിരിക്കുന്നവന്മാരൊക്കെ ഉണ്ടല്ലോ, ഈ ഉണക്കനെത്തോലി പോലെ ഇരിക്കുന്നവന്മാരൊക്കെ ഉണ്ടല്ലോ, ഞങ്ങളെ കാണുമ്പോഴേ ബലൂൺ പോലെ അങ്ങ് വീർക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ ഇവന്മാരെ ഒന്നും പറഞ്ഞിട്ട് കഥയില്ല കേട്ടോ. ഈ ജനസംഖ്യയുടെ കാര്യത്തിൽ ചൈനയെ കണ്ണുരട്ടി കാണിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്ത് ഇവന്മാരെ പോലുള്ളവന്മാർ ഇല്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. അല്ലെങ്കിലുണ്ടല്ലേ തറകൾക്ക് തറ തന്നെ ശരണല്ലയോ, ഞങ്ങൾ തറയിലൊട്ടങ്ങിരിക്കും. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഈ കണക്ക് സാറിനുണ്ടല്ലോ, സാറിൻ്റെ 28 കെട്ടിന് സാറിൻ്റെ പേരൻസ് ഇട്ട ഒരു പേരുണ്ടല്ലോ, അതൊന്നും ഞങ്ങൾ വിളിക്കത്തില്ല. ഞങ്ങൾക്ക് സ്വന്തമായിട്ടങ്ങ് പേരിടും. സാറിനോട് പേരിടും.
ഞൊളയനും വളിയനും വെട്ടാവളിയനും വാൽമാക്രിയും പുളന്തനുമൊക്കെ ഞങ്ങളുടെ സ്കൂൾ ജീവിതത്തിലൂടെ കടന്നുപോയ കണക്ക് സാറന്മാരായിരുന്നു. ഞങ്ങൾക്ക് മാത്രം സ്വന്തം, വേറെ ആരും ഇത് പ്രയോഗിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ സാറുണ്ടല്ലേ, കോണെന്ന് പറയുന്ന ഒരു ചാപ്റ്ററാണ് പഠിപ്പിക്കുന്നത് കേട്ടോ. കോൺ സാറിനെ കാണുന്ന പാടെ ഞങ്ങളുടെ കോണങ്ങ് തിരിഞ്ഞു പോവും. കോണ് തിരിഞ്ഞ ഞങ്ങളുണ്ടല്ലോ, കോണോട് കോൺ ചേർന്ന് നിന്ന് കോൺ വരയ്ക്കാൻ തുടങ്ങും. പിന്നെ അതുപോലെ തന്നെ ഈ കോൺ വരയ്ക്കാനായിട്ടുള്ള സാധന സാമഗ്രികളൊന്നും ഞങ്ങളുടെ കയ്യിലൊന്നും ഇല്ല. എന്താണെന്നറിയാമോ, ഇതൊന്നും മേടിച്ചു തരാനായിട്ടുള്ള ഈ ഉത്തരവാദിത്വം ഞങ്ങളുടെ പേരൻസിന് ഇല്ലെന്ന് തന്നെ. സത്യം പറഞ്ഞാലുണ്ടല്ലോ, കോടീശ്വരന്മാരായിട്ടുള്ള പേരൻസിൻ്റെ പരമനാറികളും ദരിദ്രവാസികളുമായിട്ടുള്ള മക്കളായിരുന്നു ഞങ്ങളൊക്കെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ബോക്സിനകത്ത് അതില്ലായിരുന്നു, ബോക്സും ഇല്ലായിരുന്നു. കോൺ വരയ്ക്കാൻ ഇരിക്കുമ്പം എന്നോടൊന്നും ചോദിക്കല്ലേ എന്നും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ഇരിക്കുമ്പോഴായിരിക്കും സാറിൻ്റെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡേ നിന്റെ കോൺ അവിടെ ഡി. സാറിൻ്റെ റെസ്പെക്റ്റ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ കേട്ട് ഞാനൊന്ന് ഒന്ന് മുകളിലോട്ടൊന്ന് നോക്കുമ്പോൾ സാറിൻ്റെ റെസ്പെക്റ്റ് ഇല്ലാത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നിന്റെ വാച്ച് അവിടെ ഡി. കോണും വാച്ചും ഇല്ല, എന്തായാലും അടി ഉറപ്പാണ്. ഈ അടിക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, പണ്ടത്തെ പെമ്പിള്ളേരെന്ന് പറഞ്ഞാൽ ഈ സിൽക്ക് പാവാടയാണ്. ഈ സിൽക്ക് പാവാടയ്ക്ക് ആകപ്പാടെ ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് ഒരു വള്ളിയാണ്. ഈ വള്ളി ചിലപ്പോൾ പിഞ്ചിയതായിരിക്കും, കീറിയതായിരിക്കും. എന്നാൽ നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോഴത്തേന് പെമ്പിള്ളേർ ആകപ്പാടെ ഈ സിൽക്ക് പാവാടയൊക്കെ എടുത്തോണ്ടല്ലേ പോകുന്നത്. അതിന് വള്ളിയുണ്ടോ, ഈ വള്ളി പിഞ്ചിയിരിക്കുകയാണോ, അതൊന്ന് തയ്ക്കണോ എന്നൊന്നും ആർക്ക് വീണ്ടും വിചാരമില്ല പേരൻസിന്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവരുടെ ഉത്തരവാദിത്വ ബോധം അതൊക്കെ തന്നെ. എന്തായാലും ഈ കോണും ബോച്ചും ഇല്ലാത്ത എന്നെ സാറ് അടിക്കാനായിട്ട് ഈ പാവാടയൊക്കെ ഇങ്ങോട്ട് ഞൊറിഞ്ഞു പിടിച്ചിട്ടാണ് അടിക്കുന്നത് കേട്ടോ. പള്ളി പൊട്ടിപ്പോയോന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ സ്ഥലകാല ബോധമില്ലാതെ നിൽക്കുകയാണ്. ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചിട്ട് സാറ് അടിക്കാനായിട്ട് മുകളിൽ നിന്ന് ഇങ്ങോട്ട് ഓങ്ങിയതും, എന്തായാലും കോണല്ലേ പഠിപ്പിക്കുന്നത്, ഞാൻ 90 ഡിഗ്രിയിൽ നിന്ന് 10 ഡിഗ്രിയിലേക്ക് കൂപ്പുകുത്തി. സാറിൻ്റെ വടിയുണ്ടല്ലോ, കോൺസെൻട്രേഷൻ തെറ്റി മേശമേലടിച്ച് രണ്ടായിട്ടങ്ങ് പൊളന്നു. അപ്പോഴാണ് ആ ക്ലാസ്സിൻ്റെ തൊട്ടപ്പുറത്തിരിക്കുന്ന ഒരു ചെറിയ കംസൻ അവൻ ചോദിച്ചു, സാറേ അതെടുത്തോണ്ട് വരട്ടെ എന്ന്. ഏതാ വടി? അവനാണെങ്കിലുണ്ടല്ലോ, മൂർഖൻ്റെ വിഷവും കഴുതയുടെ ബുദ്ധിയുമുള്ള അവനെ തലേന്ന് പേരെഴുതാൻ വേണ്ടി മാത്രം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നവനായിരിക്കും. അവൻ വടിയെടുത്തോണ്ട് വരട്ടെ എന്ന് ചോദിച്ചപ്പം സാറ് തലകുലുക്കി. ഇവൻ വടിയെടുക്കാനായിട്ട് അങ്ങോട്ട് പോയി, അവിടെ HMൻ്റെ അടുത്ത്. പണ്ടത്തെ HMന് ഒരു ഡ്യൂട്ടി ഉണ്ടായിരുന്നു. എന്താണെന്നറിയാമോ, ചൂരലെല്ലാം കൂടെ ഇങ്ങനെ സംഭരിച്ച് വെച്ചിരിക്കും. ആർക്കാന്നറിയാമോ, പിഞ്ചു കുഞ്ഞുങ്ങളെ തല്ലി ചതയ്ക്കാനായിട്ട്. ഓരോ ചൂരലും ഇഷ്യൂ ചെയ്യുമ്പോഴത്തേന് ആ HMൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കാണണം. അങ്ങനെ HMൻ്റെ കയ്യിൽ നിന്ന് അവൻ ആ ചൂരലും മേടിച്ചുകൊണ്ട് വന്നിട്ട് ക്ലാസ് റൂമിൻ്റെ വാതിലങ്ങ് നിൽക്കുമ്പോഴത്തേന് എന്താണെന്നറിയത്തില്ല കേട്ടോ, രാഘു അവൻ്റെ ഇടതുവശത്താണോ, പുളിയൻ അവൻ്റെ വലതുവശത്താണോ, ചൊവ്വ അവൻ്റെ മേളിൽ കൂടി ഇങ്ങനെ വട്ടം കറങ്ങുവാണെന്ന് അറിയത്തില്ല. സാറ് എൻ്റെ കാര്യം അങ്ങ് മറന്ന്. എന്നിട്ട് അവനോട് ചോദിച്ചു, ഡാ നിന്റെ കോണമെവിടാന്ന്. അവനല്ലേ പോത്ത് മോണ കാട്ടിച്ചിരിക്കുന്ന ഒരു ചിരിയുണ്ടല്ലോ, അങ്ങനെ അങ്ങോട്ട് ചിരിച്ചിട്ട് അവൻ്റെ അത് കാണിച്ചു. ഏത് അവന്റെ കോണ് കാണിച്ചപ്പോൾ അവന് കോണുണ്ടായിരുന്നോ, പക്ഷെ അതില്ലായിരുന്നോ? ഏത് ഡിഗ്രി ഇല്ലാത്ത അവന്റെ കോണ് നോക്കി സാറ് അവൻ കൊണ്ടുവന്ന വടിയാൽ അവനെ അങ്ങോട്ട് അടിക്കാൻ ആരംഭിച്ചു. പിന്നെ വേറൊരു കാര്യമുണ്ട്, പണ്ടത്തെ കുഞ്ഞുങ്ങളുടെ ഓരോ ഭാഗവും ഓരോ പേരിലാണ് അറിയപ്പെടുന്നത് കേട്ടോ. ഫസ്റ്റിലെ അവനെ അങ്ങോട്ട് പിടിച്ചിട്ട് അവന്റെ കോൺസ്റ്റാന്റിനോപ്പിൾ നോക്കി സൂം ചെയ്ത് സാറ് അടിക്കാൻ തുടങ്ങുകയാണ്. അസ്ഥാനത്ത് ഏതോ കൊണ്ട പന്നിയെ പോലെ അവനൊന്ന് ചാടി പൊങ്ങിയിട്ട് അവനവന്റെ ലിയനാർഡോ ഡാവിഞ്ചി, ഇതാണേ ലിയനാർഡോ ഡാവിഞ്ചി കൊണ്ട് സാറിന്റെ മുണ്ടക്കയറി അങ്ങ് പിടിച്ചു. സാറിന്റെ അതും മറ്റേതും കൂടെ ഒരുമിച്ച് അങ്ങ് മേലോട്ട് കയറിപ്പോയി. വേറൊന്നുമല്ല, സാറിന്റെ മാനവും അഭിമാനവും കൂടെ ഒറ്റയടിക്ക് മേലോട്ട് കയറിപ്പോയി. ഒരു ജല്ലിക്കെട്ട് കാളെ പോലെ സാറ് അവന്റെ രണ്ടാമത്തെ ഓർഗനെ ലാക്കാക്കി പറഞ്ഞു. ഏതാണെന്നോ, അവന്റെ അമരിഗോ ബസ്പുജ.
അവന്റെ അമരികോ വെസ്പുജി ലാക്കാക്കി അടിക്കാൻ തുടങ്ങിയപ്പോൾ വീണ്ടും അവൻ ഡിഗ്രി മാറ്റി. 90 ഡിഗ്രിയിൽ നിന്നോ 10 ഡിഗ്രിയിലേക്ക് കൂപ്പൂത്തി. സാറിന്റെ സ്ഥാനം തെറ്റി. രോഷാകുലനായ സാറ് പിന്നീട് അവൻ ഒരേ ഒരു അവയവം മാത്രമേ ഉള്ളായിരുന്നു, അവന്റെ ഫത്തേപൂർ സിക്രി. ഈ അവന്റെ ഫത്തേപൂർ സിക്രി ലാക്കാക്കി സാറ് ഒരൊറ്റ കീച്ചങ്ങ് കീച്ചി. പിന്നെ എന്താണെന്നറിയത്തില്ല, ഞങ്ങളുടെ ആ ക്ലാസ് റൂം ഉണ്ടല്ലോ പ്രളയബാധിത പ്രദേശമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടു. ഞങ്ങൾക്കുണ്ടല്ലോ അവിടെ പോകാതെ അത് കാണാനൊത്തു. എവിടെ? അമേരിക്കയിൽ പോകാതെ നയാഗ്ര വെള്ളച്ചാട്ടം കാണാനൊത്തു. മകളെ നിൻ പൂവിളി യാത്ര മൊഴിയാണോ, നിൻ മൗനം പിൻവിളിയാണോ? ചുട കഴിഞ്ഞപ്പോഴത്തേന് നീണ്ട നിശബ്ദതയ്ക്ക് ശേഷം സാറ് ഒരു വെടിനിർത്തൽ പരിപാടിയും നയപ്രഖ്യാപനവും കൂടെ ഒരുമിച്ച് നടത്തിയിട്ട് പറഞ്ഞു, ഖോൺ എന്ന് പറയുന്ന ചാപ്റ്റർ ഇതോടുകൂടി തീർന്നിരിക്കുകയാണ്. നാളെ നമുക്ക് ഫാക്ടേഴ്സ് അഥവാ ഘടകങ്ങളിലെ ലസാഖു ആൻഡ് ഉസാഖു പഠിക്കാന്ന്. ഈ കാലമാടൻ ഇനിയും വിടാൻ ഭാവമില്ല. പിഞ്ചു കുഞ്ഞുങ്ങളെ തല്ലിച്ചതയ്ക്കാനായിട്ട് വീണ്ടും വന്നു. കാലം കാത്തുവെച്ച കർമ്മയോഗിയെ പോലെ വീണ്ടും ദാ കയറി വരുന്നു ലസാഖു ആൻഡ് ഉസാഖു. സുശീല ചേച്ചി എന്തായിരുന്നു ചേച്ചിയുടെ ഭാഷയിൽ പറഞ്ഞ? സുശീല ചേച്ചിയുടെ എല്ലാത് നന്നായിരുന്നു. ഏത് സ്റ്റാൻഡേർഡ് കോമഡി അടിപൊളിയായിരുന്നു കേട്ടോ, സൂപ്പർ ആയിരുന്നു. ചേട്ടാ ഞാൻ തന്നെ എഴുതുന്നതാണ്. നന്നായിട്ടുണ്ട്. വേറെ ആരും ഇങ്ങനെയൊന്നും എഴുതി തരില്ല. ഇതേതായാലും ഗംഭീരമായി, നല്ല രസമുണ്ട്. എന്താണ് ഇവിടെ കാണിച്ചു കൂട്ടിയത്? ടീച്ചറല്ലേ? ഞാനൊക്കെ വേറെ ഏതൊക്കെയോ സ്കൂളുകളിൽ പോയി വെറുതെ നടന്നു കേട്ടോ. ഇത് ഞാൻ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ അന്നേ അവിടുന്ന് ടി സി മേടിച്ച് ഞാൻ ടീച്ചറിന്റെ സ്കൂളിൽ വന്ന് അവിടെ വന്ന് 2 തെറ്റില് ഒരടക്കയും തന്ന് അവിടെ വന്ന് ദക്ഷിണ വെച്ച് ഞാൻ അവിടെ കിടന്നേനെ കേട്ടാ. ഇങ്ങനെ വേണം ടീച്ചർമാരായാലും. ഒരു 24 അഡ്മിഷൻ ഇവിടുന്നുണ്ട്. ഇവരും വരും ടീച്ചറിന്റെ കൂട്ടത്തിൽ. എല്ലാവർക്കും നന്നായി. അതിനകത്തൊരു വിഷ്വലുകൾ ഉണ്ടായിരുന്നു, അതിൽ കുറെ കഥകൾ ഉണ്ടായിരുന്നു. അതിനൊരു കുറച്ചൊക്കെ ഒരു കഥ പോലെ അനുഭവങ്ങളെ പറഞ്ഞതുകൊണ്ട് ഓർക്കേണ്ടുന്ന ആവശ്യകത അതിനകത്ത് വന്നില്ല. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫോം ആവുക എന്ന് പറയും. നമ്മൾ തുടങ്ങുന്നതിൽ നിന്നും ചില ആളുകൾ പരിപാടി തുടങ്ങി ഒരു 2 മിനിറ്റ് കഴിയുമ്പം കൊണ്ടുവന്ന കോൺഫിഡൻസിൽ നിന്നും താഴത്തേക്ക് പോകും. അതിനകത്ത് ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ പിന്നെ ഇത് പൂർണ്ണമായിട്ടും ഇതിനെ ഒരു കൈ കിട്ടി എന്നുള്ള ബോധ്യം വന്നപ്പോൾ പിന്നെ പഠിക്കാത്തതും തോന്നിയതും വായി തോന്നിയതും ഒക്കെ എല്ലാം വിറ്റു പോകുന്നുണ്ടായിരുന്നു എന്നുള്ളത് വളരെ ഗംഭീരമായി. ആത്യന്തികമായി എല്ലാവരെയും വളരെയധികം ചിരിപ്പിക്കാൻ പറ്റി എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ഗംഭീരമായി കേട്ടോ. സുശീല ടീച്ചറെ, അയ്യോ എന്തൊരു ധൈര്യാണിത്. ഇതൊക്കെ ഇങ്ങനെ ഇത്രയും സംഗതി ശരിയാണ്. വേറെ വേറെ പേരുകളൊക്കെ വിളിച്ചിട്ടുണ്ട്. എന്താ കോൺസ്റ്റാന്റിനോപ്പിളോ, അമേരിക്കോ വെസ്പൂച്ചി, പേരുകളൊക്കെ പല വിധത്തിലായിരുന്നെങ്കിലും നമ്മുടെ പൊതുവേ ഒരു ഇതുണ്ടല്ലോ മലയാളികൾ എന്ന് പറയുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അങ്ങനെ അങ്ങോട്ട് തുറന്ന് സംസാരിക്കില്ല എന്നുള്ള ഒരു ചിന്തയൊക്കെ ഉണ്ടല്ലോ. അതിനെയൊക്കെ പൊളിച്ചടക്കി ഞാൻ ഈ നെറ്റ്ഫ്ലിക്സിൽ പല സമയത്തും പറയാൻ പാടില്ല എങ്ങനത്തെ കാര്യങ്ങൾ അത് തുറന്നു പറയില്ലെന്ന് പറഞ്ഞത്. രചനയുടെ മനസ്സിൽ കളങ്കമുണ്ടെങ്കിൽ അത് കൈ വെക്കണം കേട്ടോ. ഞങ്ങള് ഫത്തേപൂർ സിക്രീനെ പറ്റിയും നല്ല കാര്യങ്ങൾ പറയല്ലേ ചെയ്യുന്നത്. അതെ അതെ, വളരെ നല്ല കാര്യങ്ങളായിരുന്നു പറഞ്ഞതും. ഒരു കുട്ടിയെ ടീച്ചർ അടിക്കുന്നു, എന്തോരം പേര് ഞാൻ എന്റെയൊക്കെ ക്ലാസ്സിൽ പഠിക്കുന്ന സ്ഥിരം ക്ലാസ്സിൽ മൂത്രമൊഴിക്കുന്ന ഒരുത്തനുണ്ടായിരുന്നു. ഇതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്തു. അല്ല കണക്ട് ചെയ്തില്ല എന്നല്ല പറഞ്ഞേ, തുറന്ന്
പറയാൻ കാണിച്ച ധൈര്യത്തിന് 100% അംഗീകരിച്ചേ പറ്റുള്ളൂ. കാരണം അതെ, എന്നോടൊക്കെ പറയാൻ പറഞ്ഞ ഒരുപക്ഷെ ഞാൻ ചിന്തിക്കുമായിരിക്കും ഇത് വേണോ, ഇങ്ങനെ ഒരു ഇത് ഞാൻ സംസാരിക്കണോ എന്നുള്ളതൊക്കെ. അത് പിഷു പറഞ്ഞ പോലെ എൻ്റെ മനസ്സിൽ കളങ്കമുള്ളതുകൊണ്ടല്ല, പൊതുവെ മലയാളികളുടെ മനസ്സിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പൊതുവേദിയിൽ സംസാരിക്കാൻ പാടില്ല എന്നൊരു ചിന്തയുണ്ട്. വളരെ ഓപ്പൺ ആയിട്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്ന മറ്റ് പല OTT പ്ലാറ്റ്ഫോംസും കാണുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ട് നമ്മുടെ മലയാളത്തിൽ ഇങ്ങനെയൊന്നും പറയാൻ ആരും വരുന്നില്ല. അതിനൊരു ഉത്തരമായിട്ട് സുശീല ടീച്ചർ ഇവിടെ നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ശരിക്കും. അതുപോലെ കുറെ കണക്ട് ചെയ്യാൻ പറ്റി. നമ്മുടെ കോണും പ്രൊട്രാക്ടർ ഇല്ലാതെ എവിടെയൊക്കെയോ പോയി പ്രൊട്രാക്ടർ വാങ്ങിച്ചു വരുന്ന നമ്മുടെ സ്കൂൾ കാലഘട്ടവും അതൊക്കെ ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റി. ടീച്ചറിന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണോ ഇത് എഴുതിയത്? തീർച്ചയായിട്ടും. ടീച്ചർ സാർ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഭീകര ജീവിയായിട്ടാണ്. എനിക്ക് ചാക്കോ മാഷ് ഓർമ്മ വന്നു. ചാക്കോ മാഷ് പോലെയാണ് ഇത്. ആണ്, അതുപോലെയാണ്. ആ സാറ് പണ്ട് പിന്നെ എന്നോട് ചോദിക്കും അച്ഛനെ വിളിച്ചോണ്ട് വരാനും. അതെനിക്ക് എനിക്ക് വോയിസ് ഇല്ലാത്തത് കൊണ്ടാണ്. അന്നേരം ഞാൻ പറയും അച്ഛൻ വരത്തില്ല, അച്ഛന് ഡ്യൂട്ടിക്ക് പോകണമെന്ന്. അമ്മയെ വിളിച്ചോണ്ട് വരാൻ പറയും. ഞാൻ പറയും അമ്മ പ്രസവിച്ചു കിടക്കുക. ഞാൻ നോക്കുമ്പോൾ ഓരോ വർഷം അമ്മ പ്രസവിച്ചോണ്ടിരിക്കുക. ഞാനെന്തോ ചെയ്യാനാ? അങ്ങനെയാണ് ഞങ്ങളുടെ വീട്ടിൽ 12 മക്കളുണ്ടായത്. 12 മക്കളുടെ ഭ്രാന്തി എന്ന അപരനാമത്തിലാണ് ഞാനിവിടെ അറിയപ്പെടുന്നത് 2ാമത്തെ എപ്പിസോഡില്. 12 മക്കളിലെ 7ാമത്തെ സന്താനമായിരുന്നു ഞാൻ. അടിപൊളി. എന്തായാലും ഞങ്ങൾ എല്ലാവരും അതിഗംഭീരമായിട്ട് മനസ്സുകൊണ്ട് ആഘോഷിച്ചു. അത് പുറത്തേക്ക് വന്നു. അതിലുപരിയായിട്ട് ഓഡിയൻസിന്റെ സപ്പോർട്ട് എന്തായിരുന്നു. അവര് ശരിക്കും ടീച്ചറിനെ അത്രയും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. അതാണ് ടീച്ചറിനെ ആവേശം കൂടാൻ കാരണം. അടിപൊളി, സൂപ്പർ സൂപ്പർ. അല്ല, എനിക്ക് ആ ബെഞ്ചിൽ നിന്ന് താഴ്ത്തിറങ്ങി തറയിലിരുന്നെന്ന് പറഞ്ഞ ആ സംഭവമല്ലേ, 10 ഡിഗ്രി നിലത്തിരുന്ന സംഭവം, തറയിലിരുന്ന സംഭവം. അത് നമുക്ക് 4ാം ക്ലാസ്സിൽ അങ്ങനെ ഒരു തിക്ക് ഫ്രണ്ട് ഉണ്ടായിരുന്നു. തിക്ക് ഫ്രണ്ട് കാരണം ഞാൻ തറയിലിരിക്കുമായിരുന്നു. അതായത് ഈ ബെഞ്ചും ഇരുമ്പോൾ തിക്കി പുറത്തേക്ക് ഇരുന്ന ആള്, അങ്ങനത്തെ തിക്ക് ഫ്രണ്ട് ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇതുപോലെ ഒരു ഇംഗ്ലീഷ് സാറുണ്ടായിരുന്നു. ഇംഗ്ലീഷ് സാറ് ക്ലാസ്സിൽ വരുമ്പോൾ ഭയങ്കര പേടിയാ, എല്ലാത്തിനും നിരത്തി പിടിച്ചിട്ട് അടിക്കുന്ന സാറാ. അപ്പൊ ഈ സാറ് വരുമ്പോൾ സാറിനൊരു പ്രത്യേകതയുണ്ട്. ഈ കളർ ചോക്കും കൊണ്ടാണ് വരുന്നത്. അപ്പൊ ഈ കളർ ചോക്കും കൊണ്ട് ഇങ്ങനെ ഇംഗ്ലീഷിൽ നിന്ന് എഴുതിയിട്ട് ഇങ്ങനെ അടിയിൽ വരച്ച് പല കളർ കൊണ്ടാണ് പിള്ളേരുടെ ഒക്കെ എണ്ണം ഇങ്ങനെ എഴുതി വെക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ടൊരു ചോദ്യമാണ്, ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ആരും മിണ്ടൂല. അപ്പൊ എൻ്റെ ഒരു കൂട്ടുകാരൻ ചാടി അങ്ങോട്ട് എഴുന്നേറ്റു. അപ്പൊ ഞങ്ങൾക്കൊക്കെ ഒരു ആശ്വാസമായി. നമ്മുടെ ഒരു പ്രതിനിധി ഒരു സംശയം ചോദിക്കാൻ പോകണില്ല. എന്താ നിന്റെ സംശയം എന്ന് ചോദിച്ചപ്പോൾ അവൻ ചോദിക്കാം, ഈ കളർ ചോക്ക് പെൻസിൽ എവിടെന്നാ മേടിക്കണേന്ന്. അന്ന് അവൻ്റെ തൊടയുമ്പോൾ 3 വരെയാണ് വീണത്. അതെ, അങ്ങനത്തെ ഒരു സാറ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. അതായത് അതേപോലത്തെ സംഭവങ്ങൾ നമുക്കിങ്ങനെ ഓർമ്മയിൽ വന്ന് മിന്നി പിന്നെ ക്രിസ്മസിന് ലൈറ്റ് കത്തണമാതിരി വന്നുപോയി. സന്തോഷമായിരുന്നു കേട്ടാ. അപ്പൊ ടോട്ടലി സുശീല ടീച്ചർ കലക്കി. പിന്നെ എനർജി ലെവലും ഗംഭീരമായിരുന്നു, വെരി ഹൈ ആയിരുന്നു. സൂപ്പർ. ഓക്കെ, നമുക്കിനി റിസൾട്ട് അറിയാം ഇതിന് ശേഷം. താങ്ക് യു. സീസൺ 4-ൽ പങ്കെടുക്കുവാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുവെങ്കിൽ നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് fansuponytime@gmail.com എന്ന മെയിലിലേക്ക് അയക്കുക.